Hello friends, welcome to Legacy Coder. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ വേരിയബിൾസ് എങ്ങനെ യൂസ് ചെയ്യും എന്നതാണ്. കൂടാതെ ഡാറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെ പഠിക്കും. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന നെയിംഡ് മെമ്മറി ലൊക്കേഷനാണ്. നമുക്ക് ഡാറ്റയെ പല രീതിയിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പ്രോഗ്രാം ചെയ്യാൻ നമ്മളെ എളുപ്പമാക്കും. വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് var. var കഴിഞ്ഞ് നമ്മൾ ഏത് പേരിലാണോ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ആ ഒരു പേര് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഹെയ്ന്നോ ഹെലോന്നോ അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇവിടെ എന്ന് മാത്രം കൊടുക്കുന്നു, അതിനുശേഷം സെമിക്കോളൻ ഇടുന്നു. ഓക്കെ, വാല്യൂ ഈ പേര് കൊടുക്കുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട് ആ പേര് കൊടുക്കുന്നതിന്, അത് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ വാല്യൂ സ്റ്റോർ ചെയ്യണം എയിലേക്ക്. അതിന് വേണ്ടിയിട്ട് a=10 വെച്ചു, സെമിക്കോളൻ ഇട്ടു. ഇങ്ങനെയാണ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ഈക്വൽ അല്ല, ഇത് അസൈൻ വായിക്കോട്ടെ. ഈ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻ 10 വെച്ചു. ഓക്കെ, ഇതിനെ അസൈൻ വായിക്കാം. ഓക്കെ, ഇത് അസൈൻ ആണ്. ഈക്വൽ എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണം ഇട്ടാലാണ് ഈക്വൽ ആവുക. അസൈൻ എന്ന് പറഞ്ഞാൽ ഇതിലത്തെ ഈ ഒരു വാല്യൂ ഈ എയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻ എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റിലൊക്കെ ഈ ഒരു അതായത് പ്രോഗ്രാമിൽ ഈക്വൽ എന്നുള്ള ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പറയുമ്പോൾ എപ്പോഴും ഇത് അസൈൻ 10 തന്നെ പറയണം. ഓക്കെ, അത് മാറിപ്പോയത്. ഇനിയിപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് 2 ലൈനിലായിട്ടാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒറ്റ ലൈനിൽ എഴുതാം. കാണിച്ചു തരാം. വേറെ വേരിയബിൾ എഴുതാം. var b=20. ഇതുണ്ടോ, ഇത് ഒറ്റ ലൈനിൽ, ഇത് 2 ലൈനിൽ എഴുതി. ഇത് ഇവിടെ തന്നെ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും നടന്നു. ഇത് ഡിക്ലറേഷനും ഇത് ഇനീഷ്യലൈസേഷനും. ഓക്കെ, ഇനി നമുക്കിത് ഇത് എന്ത് ചെയ്യണം, HTML പേജിൽ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആ index.html റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി പാത്ത് കൊടുക്കുക. ഈ ലിങ്ക് ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, ജസ്റ്റ് ക്രോം ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒന്നെങ്കിൽ പേസ്റ്റ് കൊടുക്കുക, എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് ആൻഡ് ഗോ കൊടുക്കുക. ഓക്കെ, ആ പേജ് വന്നു. അതിനുശേഷം നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് document.write എന്നുള്ള കീവേഡാണ്. ഓക്കെ, അതിൽ ഇപ്പോൾ എന്ത് കൊടുത്താലും അതുപോലെ ഡിസ്പ്ലേ ആവും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. കണ്ടോ, എന്നാണ് വരുന്നത്, അതിലത്തെ വാല്യൂ അല്ല വരുന്നത്. ഇനിയിപ്പോൾ അതിലത്തെ വാല്യൂ ആണ് വരണ്ടെങ്കിൽ എന്ന് മാത്രം കൊടുക്കുക, കോഡ്സ് കൊടുക്കാതെ എന്ന് മാത്രം കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു വേരിയബിൾ ചെയ്താൽ നമുക്ക് സം കാണുന്ന ഒരു പ്രോഗ്രാം എന്ന് വിചാരിക്കാം. അപ്പോൾ var സം അസൈൻ എയിലത്തെ വാല്യൂ പ്ലസ് ബിയിലത്തെ വാല്യൂ അസൈൻ ചെയ്തിട്ട് എയിലത്തെ വാല്യൂ പ്ലസ് ബിയിലത്തെ വാല്യൂ ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം സമ്മിലേക്ക് വെക്കും. ഓക്കെ, അതായത് 10 + 20 ആഡ് ചെയ്യുന്നു, അതിനുശേഷം ആ വാല്യൂ സമ്മിലേക്ക് വെക്കും. അപ്പോൾ നമുക്ക് സമ്മ് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, 30 വന്നു. ഇപ്പോൾ ഈ സമ്മിന്ന് ഈ 13 ഇവിടെ വന്നു. എന്താ 13 എന്ന് ഇതിൽ പറയുന്നില്ല, അപ്പോൾ അതുകൂടി പറയണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സം =30. ഓക്കെ, വന്നു. ജസ്റ്റ് ഇവിടെ സ്പേസ് എല്ലാം ഇട്ട് ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ആവറേജ് കാണാം. അങ്ങനെ പല പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്ത് നോക്കാം. എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഉറപ്പായിട്ടും അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.